നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. മിനി ടൂറിസ്റ്റ് ഹോം വിഷയം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 6 BJP കൗൺസിലർമാരെ അയോഗ്യരാക്കുന്നതിന് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ നടപടി തുടങ്ങി. നിയമ പോരാട്ടം തുടരുമെന്ന് BJP. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെ പാളയത്തിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കി BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയാക്കാനാണ് അണിയറയിൽ നീക്കം. തൃശൂർ നഗരത്തിൽ വനിതാ SI വഴിയൊരുക്കിയ ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ആംബുലൻസിന്റെ മിററിൽ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്താൻ കാരണം. റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ ബ്യൂറോ ഓഫീസിൽ കരിയോയിലൊഴിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സഹപ്രവർത്തകനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന മുൻ ജീവനക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് പ്രതിഷേധം. സംഭവത്തിൽ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മുണ്ടൂർ 7-ാം കല്ലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 18 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. ബൈക്കിലെത്തിയ യുവാവ് 3 പവന്റെ മാല കവർന്നു. മാലയുമായി ഓടിയ യുവാവിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ഗുരുവായൂർ ടൗൺ ഹാൾ വിവാഹം നടത്താൻ ബുക്ക് ചെയ്തവർക്ക് നൽകാതെ നഗരസഭ മറ്റൊരു പരിപാടി നടത്തിയതായി പരാതി. കോഴിക്കോട് നിന്നെത്തിയ വിവാഹ സംഘത്തിന് ഹാൾ ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകളോളം. വാർത്തകളിലേക്ക് വിശദമായി. കോർപ്പറേഷന് സാമ്പത്തിക നഷ്ടം വരത്തക്ക വിധത്തിൽ പ്രചരണം നടത്തി കേസ് കൊടുത്ത 6 BJP കൗൺസിലർമാരെ അയോഗ്യരാക്കുന്നതിന് കൗൺസിൽ നടപടി തുടങ്ങി. ബിനി ടൂറിസ്റ്റ് ഹോം കൈമാറ്റ വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോയതുമൂലം കോർപ്പറേഷന് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. മുനിസിപ്പൽ ആക്ട് പ്രകാരവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആക്ട് പ്രകാരവും അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കേസിൽ 6 BJP കൗൺസിലർമാർക്കും വക്കീലിനുമെതിരെ 5 ലക്ഷം രൂപ വീതം പിഴ ഈടാക്കി ഹൈക്കോടതി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. അതേസമയം ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും ബിനി ടൂറിസ്റ്റ് ഹോമുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുമെന്നും BJP പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. കോർപ്പറേഷൻ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ബിനി ടൂറിസ്റ്റ് ഹോമിന്റെ പേരിൽ നടന്നതെന്ന് BJP കൗൺസിലർ N പ്രസാദ് പറഞ്ഞു. എന്നാൽ ബിനി ടൂറിസ്റ്റ് ഹോം വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ദുർബലമായ നിലപാടാണ് BJP കൗൺസിലർമാർ യോഗത്തിൽ സ്വീകരിച്ചതെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെ പാളയത്തിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കി BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയാക്കാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത്. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ വർഗീസിനെ നിർത്തുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് BJP ജില്ലാ നേതൃത്വം. സുരേഷ് ഗോപിയുടെ വിജയം നൽകുന്ന ആത്മവിശ്വാസമാണ് BJPയെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിച്ചത്. നിലവിൽ സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ച MK വർഗീസിന്റെ പിന്തുണയിലാണ് LDF കോർപ്പറേഷൻ ഭരണം നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ട് പ്രസ്താവന നടത്തിയതും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്തത് ഏറെ വിവാദങ്ങൾക്കിടവരുത്തിയിരുന്നു. CPI ഇതിനെതിരെ പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയതും ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മേയറെ ഒപ്പം നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള BJPയുടെ നീക്കം. അതേസമയം ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വമോ മേയറോ പ്രതികരിച്ചിട്ടില്ല. തൃശൂർ നഗരത്തിൽ വനിതാ SI വഴിയൊരുക്കിയ ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. സോഷ്യൽ മീഡിയയിൽ വൈറലായ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ ട്വിസ്റ്റ് ഉണ്ടായത്. ആംബുലൻസിന്റെ മിററിൽ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്താൻ കാരണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ എത്തിച്ച ശേഷം മടങ്ങുമ്പോഴാണ് അശ്വിനി ജംഗ്ഷനിൽ വെച്ച് മെഡിഹബ് ഹെൽത്ത് കെയറിന്റെ ആംബുലൻസ് കുരുക്കിൽപ്പെട്ടത്. ഈ സമയം ജംഗ്ഷനിൽ ഡ്യൂട്ടിയുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആംബുലൻസിന്റെ മുന്നിലൂടെ ഓടി വഴിയൊരുക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ വൻ തരംഗം സൃഷ്ടിച്ചിരുന്നു. ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലൊക്കെ വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു സംശയം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ റിയർ വ്യൂ മിററിലാണ് ഈ അപർണ മേഡം ഓടി വരുന്ന വിഷ്വൽ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതെടുക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെ ഒരു വിഷ്വൽ കിട്ടാനായിട്ട്. അപ്പോൾ ഡ്രൈവറാണ് ഇത് എടുത്തതെന്നുള്ള സംശയം തോന്നിയത് അവിടെ നിന്നാണ്. അങ്ങനെയാണ് ഇതിന്മേലുള്ള അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് വേറൊരു ഇൻഫർമേഷനും കൂടി നമുക്ക് കിട്ടിയതിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംശയം ഉള്ളൊരു ഇൻഫർമേഷൻ കൂടി കിട്ടിയത്. അതിനെ തുടർന്ന് മാളയിൽ നിന്നാണ് ഈ രോഗീനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ആ മാളയിലുള്ള ഹോസ്പിറ്റലിൽ നിന്നും ഈ വണ്ടി പുറപ്പെട്ട സമയവും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഈ രോഗീനെ അഡ്മിറ്റാക്കിയ സമയം നമ്മൾ ചെക്ക് ചെയ്തു.
അപ്പോൾ ആ സമയത്തിനിടയ്ക്കൊന്നും ഈ വണ്ടി ഈ രോഗിയുമായിട്ട് അശ്വിനി ജംഗ്ഷനിൽ വരാനുള്ള സാധ്യതകളില്ല. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനായിട്ട് ഈ വണ്ടി ഹാജരാക്കാനും അതിലെ ഡ്രൈവറും നേഴ്സിനെയും ചോദ്യം ചെയ്യാനും നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ തൊടുപുഴയിലുള്ള ആലൻ വരെയായിട്ടുള്ള ആളാണ് ഈ മെഡിഹബ് എന്നുള്ള ആംബുലൻസിൻ്റെ ഓണർ. അദ്ദേഹത്തിന് 3-4 വണ്ടി ഉണ്ടെന്നാണ് അറിവ്. അപ്പോൾ അങ്ങനെ ഈ അലനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ ഫോൺ നമ്പറുകളെല്ലാം കളക്ട് ചെയ്തു. എന്നിട്ട് ഇവരുമായിട്ട് സംസാരിച്ചു. ഇവരോട് ഓഫീസിൽ ഹാജരാവാൻ വാഹനമായിട്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ടും ഒരു 15 ദിവസത്തോളം ഇവർ വരാതിരുന്നു, പല പല കാരണങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെ മാളയിലാണ് ഈ വണ്ടി ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ മാളയിൽ പോയി വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് എങ്ങനെയോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് സംശയം തോന്നി കാണും. ഇവരത് മാളയിൽ നിന്ന് മാറ്റി തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുള്ള പറവൂരിൽ നിന്നുള്ള സ്ഥലത്തേക്ക് ഈ വണ്ടി മാറ്റിയിട്ടാണുണ്ടായത്. അങ്ങനെ അവസാനം ഞാൻ പറവൂർ പോയി വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവസാനമായിട്ട് ഇവരോട് ഒന്നുകൂടിയും ഹാജരാവാനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർ വരികയാണുണ്ടായത്. അങ്ങനെ ഇവർ ഓഫീസിൽ വന്നു. ഇന്ന് തൃശ്ശൂർ RTO എൻഫോഴ്സ്മെൻറ്റിൽ മരത്താക്കര ഓഫീസിലാണ് വന്നത്. അപ്പോൾ അവിടെ രണ്ടുപേരെയും നമ്മൾ അവർ വ്യത്യസ്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ സെപ്പറേറ്റ് എടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് നോക്കുമ്പോൾ അതിൽ കുറേ പൊരുത്തക്കേടുകളൊക്കെ വന്നു. അപ്പോൾ ഇവരെന്നോട് ആദ്യം പറഞ്ഞത് ഇവർ രോഗിയായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ICU ബെഡ് ഒഴിവില്ലാത്തതുകൊണ്ട് അവർ തിരിച്ച് ജൂബിലി മിഷനിലേക്ക് പോകുമായിരുന്നു. ആ പോകുന്ന വഴിയിലാണ് ഈ ജംഗ്ഷൻ കടന്നു പോയത്. രോഗി ഉണ്ടായിരുന്നു. പിന്നെ ചെമ്പുകാവിൽ നിന്ന് തിരിച്ച് വരികയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ആദ്യം കള്ളമായിട്ട് പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള ഇവർ രണ്ടുപേരും മാറ്റി നിർത്തി ചോദ്യം ചെയ്തതെന്നാണ് ഇതിൽ രോഗി ഉണ്ടായിരുന്നില്ലെന്നും ഇവർ ഫേക്കായിട്ട് സൈറനിട്ട് വന്നാണെന്നും അനയാപർണ എന്ന് പറയുന്ന പോലീസുകാരി വരുമ്പം അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടറാണ്. അപ്പം അവർ വരുമ്പം ഇവർ വീഡിയോ എടുക്കാണ്ടായ സാഹചര്യം ഉണ്ടായത്. അതേസമയം ആംബുലൻസ് ഓടിക്കുന്നതിനിടയിൽ താൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ മൊഴി നൽകി. തൃശൂരിൽ മാധ്യമ സ്ഥാപനത്തിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിയോയിൽ പ്രതിഷേധം. റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ ബ്യൂറോ ഓഫീസിൽ അതിക്രമിച്ച് കയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന്റെ പടികളിലും വാതിലിലും കരിയോയിൽ ഒഴിച്ചു. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ബ്യൂറോയിലെ കാറിന് മുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി വെച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ ചാനലിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നോട്ടീസും വാതിലിൽ പതിച്ചു. ചാനലിലെ സഹപ്രവർത്തനങ്ങളിൽ നിന്ന് ദുരനുഭവമുണ്ടായെന്ന മുൻ ജീവനക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K സുമേഷ്, വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൗരാഗ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംഭവം പറഞ്ഞ് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. സംഭവത്തിൽ ഓഫീസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയ 6 പേർക്കെതിരെ കേസെടുത്തു. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. KR നാരായണൻ സ്മാരക മന്ദിരം അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തെരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. മുണ്ടൂർ 7-ാം കല്ലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 18 പേർക്ക് പരിക്കേറ്റു. പാവറട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. മുന്നിൽ പോയ കാർ പെട്ടെന്ന് വെട്ടിച്ചതോടെ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലും കാറിലും ഇടിച്ച ശേഷം റോഡിന് കുറുകെ മറിയുകയായിരുന്നു. ബസ് ഡ്രൈവർ ഹസൻ, കണ്ടക്ടർ ഷാഹുൽ എന്നിവർ ഉൾപ്പെടെ 18ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ 2 മണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം.
വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോസൺസ് ഫാഷൻ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. സ്വർണ്ണാഭരണം എടുക്കുവാനെന്ന വ്യാജേന മാസ്ക് ധരിച്ചെത്തിയ അജ്ഞാതനായ യുവാവ് 3 പവന്റെ താലിമാല ആവശ്യപ്പെടുകയും മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയുമായിരുന്നു. ജ്വല്ലറി ഉടമ പുറകിൽ ഓടിയെങ്കിലും മോഷ്ടാവ് കുറച്ചകലെ നിർത്തിയിട്ടിരുന്ന മറ്റൊരാളുടെ ബൈക്കിന് പിന്നിൽ കയറി രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ടൗൺഹാൾ വിവാഹം നടത്താൻ ബുക്ക് ചെയ്തവർക്ക് നൽകാതെ നഗരസഭ മറ്റൊരു പരിപാടി നടത്തിയതായി പരാതി. ഇതുമൂലം കോഴിക്കോട് നിന്നെത്തിയ വിവാഹ സംഘത്തിന് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നതായും പരാതിക്കാർ പറഞ്ഞു. ഇരിങ്ങപ്പുറം സ്വദേശി തറയിൽ സിദ്ധാർത്ഥനാണ് മകൻ അരുണിന്റെ വിവാഹത്തിനായി കഴിഞ്ഞ മെയ് മാസത്തിൽ നഗരസഭയിൽ പണമടച്ച് ടൗൺഹാൾ ബുക്ക് ചെയ്തത്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയുള്ള സമയമാണ് അനുവദിച്ചത്. എന്നാൽ രാവിലെ 9-നെത്തിയപ്പോൾ നഗരസഭയുടെ പരിപാടി കഴിയുന്നതുവരെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതായി സിദ്ധാർത്ഥൻ പറഞ്ഞു. അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ചടങ്ങാണ് നടന്നിരുന്നത്. ഇതിനുശേഷം കുടുംബശ്രീയുടെ വായ്പാ വിതരണ ചടങ്ങുമുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് 12:30-നാണ് വിവാഹ സംഘത്തിന് ടൗൺഹാൾ വിട്ടു നൽകിയത്. സമയം വൈകിയതോടെ സ്റ്റേജ് അലങ്കരിക്കാനും സൗണ്ട് സിസ്റ്റം തയ്യാറാക്കാനും കഴിഞ്ഞില്ല. കോഴിക്കോട് നിന്നെത്തിയ വധുവിന്റെ വീട്ടുകാരെ മണിക്കൂറുകളോളം പുറത്ത് കാത്തിരുത്തേണ്ടി വന്നതായി വരൻ പറഞ്ഞു. ഞങ്ങള് ഇവിടെ 5-ാം മാസത്ത് ബുക്ക് ചെയ്താണ് സ്റ്റേജ് ഓഡിറ്റോറിയം. അതിനുശേഷം അവര് ഇന്നലെ ഞങ്ങൾ വേറൊരു കല്യാണത്തിന് വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത് ഇവിടെ വേറൊരു പരിപാടി ഓൾറെഡി അവര് ഏൽറ്റിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾക്ക് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അവസ്ഥ കണ്ടില്ലേ. അതുകൊണ്ട് ഇന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നവരെ 2:30 മണി വരെ വേറൊരു സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാണ്ട്. എന്നിട്ടും ഇത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവര് മൊത്തം പൈസ വാങ്ങിക്കുന്നതിന് ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല. വേറെ ആൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. പരിപാടി കഴിഞ്ഞിറങ്ങിയ നഗരസഭാ ചെയർപേഴ്സണുമായും കൗൺസിലർമാരുമായും തർക്കമായി. ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നും സിദ്ധാർത്ഥൻ പറഞ്ഞു. എന്നാൽ 3 മണിക്ക് റിസപ്ഷൻ തീരുമാനിച്ചിരുന്നതിനാലാണ് രാവിലെ പരിപാടി നടത്തിയതെന്ന് നഗരസഭ അറിയിച്ചു. TCV ഗുരുവായൂർ. 14 വയസ്സുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. മന്ദലാംകുന്ന് കിഴക്കിയിൽ ബാദുഷയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ACP പ്രേമാനന്ദകൃഷ്ണൻ, SHO VV വിമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തനിക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി DCC ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ രംഗത്ത്. യുവതിയുടെ നഗ്ന വീഡിയോ പ്രദർശിപ്പിച്ചെന്ന കേസിൽ താൻ ഉൾപ്പെടെയുള്ള 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടതാണെന്ന് ശോഭാ സുബിൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 2022 ഫെബ്രുവരിയിലാണ് നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ യുവതി മതിലകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണുകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും കോടതിയിൽ തങ്ങൾക്ക് അനുകൂലമായി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതാണെന്ന് ശോഭാ സുബിൻ പറഞ്ഞു. ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ ദിവ്യബലിക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ബ്രിൽവിൽ ഒലക്കേങ്കിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഊട്ടുവഞ്ചിരിപ്പ് തീർത്ഥകേന്ദ്രം മുൻ റക്ടർ ഫാദർ റാഫേൽ വടക്കൻ നിർവഹിച്ചു. നേർച്ചൂട്ടിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ഫോണിൽ സംസാരിച്ച് നടക്കുന്നതിനിടെ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ തിരുവങ്കിടം അയോധ്യ നഗറിൽ കൂട്ടാല വീട്ടിൽ 41 വയസ്സുള്ള രാജീവ് ആദിത്യയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു വീടിന് മുകളിൽ നിന്ന് വീണത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്. ഫോട്ടോഗ്രാഫറും LLB വിദ്യാർത്ഥിയുമായിരുന്നു രാജീവ് ആദിത്യ. വേലൂർ കീഴ്ത്തണ്ടിലത്ത് നിന്ന് MDMAയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര സ്വദേശി കറപ്പം വീട്ടിൽ നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് പാക്കത്ത് വീട്ടിൽ പ്രജീഷ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 40 ഗ്രാം MDMA പിടിച്ചെടുത്തു. കീഴ്ത്തണ്ടിലത്തുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ പിന്നീട് എരുമപ്പെട്ടി പോലീസിന് കൈമാറി. വിദേശത്തായിരുന്ന നാസിൽ 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ഓണം മൂഡിൽ സ്കൂളുകളും കോളേജുകളും. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂളുകളിലും കോളേജുകളിലും നടന്ന ഓണാഘോഷം കെങ്കേമമായി. കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുല്ലപ്പൂവ് ചൂടി തനി കേരള മംഗമാരായ പെൺകുട്ടികളെത്തിയപ്പോൾ കസവും മുണ്ടും ജുബയും ഷർട്ടും അണിഞ്ഞ് ആൺകുട്ടികളും എത്തി. ക്യാമ്പസുകളും സ്കൂളുകളും കളറായതോടെ ആഘോഷവും കെങ്കേമമായി. വിവിധതരം ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും ക്യാമ്പസുകളെയും സ്കൂളുകളെയും ഓണം മൂഡിലാക്കി.
കൂടുതൽ ഓണവിശേഷങ്ങളിലേക്ക്. ഓണാഘോഷത്തിനായി മറുനാടൻ പൂക്കൾ എത്ര വന്നാലും നാട്ടിൻപുറങ്ങളിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഇപ്പോഴും കൃഷ്ണകിരീട പൂക്കൾ തന്നെ വേണം. തിരുവോണമുറ്റത്ത് പ്രതിഷ്ഠിക്കുന്ന തൃക്കാക്കരയപ്പന്റെ നെറുകയിൽ ചൂടുന്നതിനാണ് ഈ പൂക്കൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രാമീണ വിപണിക്ക് മറുനാടൻ പൂക്കൾ അന്യമായിരുന്ന കാലത്ത് കൃഷ്ണകിരീട പൂക്കളായിരുന്നു ഓണം കൊള്ളാൻ ഉപയോഗിച്ചിരുന്നത്. മുറ്റത്തെ മൺതറയിൽ മരം കൊണ്ടൊരുക്കുന്ന പീഠത്തിൽ കളിമണ്ണിൽ നിർമ്മിച്ച തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് അരിമാവ് കൊണ്ട് കളമെഴുതി ആർപ്പുവിളികളോടെ മാവേലിയെ വരവേൽക്കുന്നതിനെയാണ് ഓണം കൊള്ളൽ എന്ന് വിളിച്ചിരുന്നത്. ഓണം കൊള്ളുമ്പോൾ തൃക്കാക്കരയപ്പന്റെ നെറുകയിൽ ചാർത്തുന്നത് കൃഷ്ണകിരീട പൂവാണ്. ചെണ്ടുമല്ലിയും അരളിയും വാടാർമല്ലിയും ഒക്കെ യഥേഷ്ടം ലഭ്യമാണെങ്കിലും ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ തൃക്കാക്കരയപ്പനെ കൃഷ്ണകിരീടം ചൂടിക്കുന്നവരുണ്ട്. കാലം മാറിയതോടെ കൃഷ്ണകിരീടങ്ങൾ ഗ്രാമങ്ങളിൽ അപൂർവ കാഴ്ചയായി മാറി. കടും ചുവപ്പു നിറത്തിൽ പിരമിഡാകൃതിയിലുള്ള ഈ ഇനം പൂക്കൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ഇന്നും നാട്ടുവഴിയോരങ്ങളിലുണ്ട്. ഹനുമാൻ കിരീടമെന്നും 6 മാസം പൂവ് എന്നും ചിലയിടങ്ങളിൽ ഇതിനു പേരുണ്ട്. തൃശൂരിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പെരു എന്നും വിളിക്കുന്നു. കൃഷ്ണകിരീട പൂക്കൾ വിടർന്നാൽ ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ എത്തും. വിടർന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം വാടാതെ നിൽക്കുമെന്ന പ്രത്യേകതയും ഈ പൂവിനുണ്ട്. കൾച്ചറൽ ഡെസ്ക് TCV. ഓണസദ്യയിലെ വേറിട്ട രുചി വൈവിധ്യമാണ് കായവറവ്. സ്വർണ്ണ നിറത്തിലുള്ള കായവറവില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാകില്ല. ഓണാഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സമൃദ്ധിയുടെ ഓണസദ്യയും അതിലെ വൈവിധ്യവും തന്നെയാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി ഓണസദ്യ വിളമ്പുമ്പോൾ വാഴയിലയിൽ ആദ്യം സ്ഥാനം പിടിക്കുന്നത് കായവറവാണ്. സ്വർണ്ണവർണ്ണ നിറമുള്ള കായവറവില്ലാതെ മലയാളികളുടെ ഓണാഘോഷം പൂർണ്ണമാകാറില്ല. പഴുത്തതും പഴുക്കാത്തതുമായ കായ, അതാണ് കായവറവിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ അങ്ങനെ വറുത്തു കോരുമ്പോൾ കായവറവിൻ്റെ ആ മണവും രുചിയും അതൊന്ന് വേറെ തന്നെയാണ്. വിപണിയിൽ പലതരത്തിലുള്ള ചിപ്സുകൾ ലഭ്യമാണെങ്കിലും ഓണസദ്യയിലെ കായവറവിൻ്റെ പ്രാധാന്യം അതൊന്ന് വേറെ തന്നെയാണ്. സാധാരണ ഓണ ദിവസങ്ങൾ അടുക്കുമ്പോൾ കായവറവിൻ്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. സാധാരണ കൂടുക തന്നെയാണ് കായവറവിൻ്റെ വില ഉണ്ടാകാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ വിപണിയിൽ കായവറവിൻ്റെ വില എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ തൊഴിലാളികളോട് തന്നെ ചോദിച്ചറിയാം. കായവറവിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിലയിൽ. അത് ഇപ്പോൾ ഇപ്രാവശ്യം 600 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഇരട്ടിയാണ്. ഇനിയിപ്പോൾ ഓണം അടുക്കും തോറും വീണ്ടും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ? നമ്മളിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിൽ തന്നെ നിൽക്കുന്നത്. സാധാ വറവുണ്ട്, 4 വറവുണ്ട്. രണ്ടിനും ഒരേ വില തന്നെയാണ്. എങ്ങനെയാണ് നിലവിലെ കച്ചവടം? പോണ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ കച്ചവടം എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില ഇത്തവണ വർദ്ധിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ 600 രൂപയിൽ എത്തി നിൽക്കുകയാണ് കായവറവിൻ്റെ വില. ഏതായാലും വിപണി കായവറവ് കൈയടക്കിയെങ്കിലും സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അമ്മമാരും അമ്മാമ്മമാരും ഉണ്ടാക്കുന്ന ആ കായവറവിൻ്റെ രുചി തന്നെയാണ് നമ്മുടെ ഓർമ്മയുടെ ഓണങ്ങളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. ഓണ സദ്യയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ കായവറവിൻ്റെ രുചിയും മണവും ഇല്ലാതെ, ഒരു പിടി കായ വറുത്തതില്ലാതെ നമ്മുടെ മലയാളികളുടെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകാറില്ല. ക്യാമറമാൻ ആഷിഖ് വെലൂരിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം.
മമ്മി ഡാഡി കളക്ഷൻ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവെക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് എയർ കമാൻഡർ MK ചന്ദ്രശേഖർ അന്തരിച്ചു. ബംഗളൂരുവിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 32 വർഷം വ്യോമസേന അംഗമായിരുന്നു. 1986 എയർ കമാൻഡറായി വിരമിച്ചത്. തൃശൂർ ദേശമംഗലം സ്വദേശിയാണ്. ഷോളയാർ ഡാം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് 15 അടി താഴ്ചയിലേക്ക് വീണ വയോധികനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. മലക്കപ്പാറ പോലീസാണ് രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ കുന്നംകുളം ആർത്താറ്റ് സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ജോസിനെയാണ് രക്ഷപ്പെടുത്തിയത്. ഷോളയാർ ഡാം വ്യൂ പോയിന്റിൽ നിന്ന് നിരീക്ഷിക്കവേ അബദ്ധത്തിൽ കാൽ വഴുതി 15 അടിയോളം താഴെയുള്ള പാറയിടുക്കിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു. പരിഭ്രാന്തരായ കുടുംബാംഗങ്ങൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. സബ് ഇൻസ്പെക്ടർ ആസാദ് അപകടകരമായ ചെരുവും അപകട സാധ്യത നിറഞ്ഞതുമായ കൊക്കയിലേക്ക് വടത്തിൽ പിടിച്ചിറങ്ങി വയോധികന്റെ അടുത്തെത്തി. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വയോധികനെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. തൃശൂർ കുടുംബ കോടതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ബാർ അസോസിയേഷന്റെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സഹകരണത്തോടെ ഉണ്ണികൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കോടതി സമരം നടന്ന പരിപാടി തൃശൂർ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് PP സൈദലവി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുടുംബ കോടതി ജഡ്ജ് G അനിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോമോൻ കുന്നത്ത്, തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സരിത രവീന്ദ്രൻ, തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഗോപാലകൃഷ്ണൻ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബൈജു A ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വേർപിരിഞ്ഞ് താമസിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമാക്കിയും കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ ഒന്നിച്ചിരുന്ന് സമയം പങ്കിടാനും അവരുടെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാനും ആഘോഷിക്കാനും ലക്ഷ്യമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
തൃശൂരിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 15 ഗ്രാം MDMA-യുമായി നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ഹബീബ് റഹ്മാനാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച മയക്കുമരുന്ന് സ്വീറ്റ് ഹാർട്ട് എന്ന രഹസ്യ കോഡിലായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ നഗരത്തിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവ സംഘങ്ങൾക്ക് ധനസഹായവുമായി സൂര്യഭാരതി ഫൗണ്ടേഷൻ. നാലോണ നാളിൽ തൃശൂരിലെ നഗരവീഥികളെ ചടുലതാളവും പുലിച്ചുവടുകളുമായി ആവേശത്തുമുപ്പിലാഴ്ത്താനെത്തുന്ന 9 പുലിക്കളി സംഘങ്ങൾക്ക് ഓരോ ₹1,00,000 സൂര്യഭാരതി ഫൗണ്ടേഷൻ കൈമാറി. തൃശൂർ പേരൂർ സംയുക്ത ഗണേശോത്സവ കമ്മിറ്റി വേദിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും ധനസഹായ വിതരണവും മേയർ M. K. വർഗീസ് നിർവഹിച്ചു. സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, AK സുരേഷ്, കൗൺസിലറും പുലിക്കളി മഹോത്സവം സംഘാടക സമിതി കൺവീനറുമായ രാഹുൽ നാഥ്, ശ്രീഷൻ അടിയാട്ട്, ബൈജു കാലടി, ഉണ്ണി വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. വരും വർഷങ്ങളിലും പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ പറഞ്ഞു. ഓണം വാരോഘോഷത്തിന് മുന്നോടിയായി മാലിന്യരഹിത ഹരിത ഓണം എന്ന സന്ദേശവുമായി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മാവേലി യാത്രയ്ക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ NC സംഗീത്, ജെയിൻ പോൾ, പ്രോഗ്രാം ഓഫീസർ രജിനേഷ് രാജൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യനാണ് മാവേലിയായി എത്തുന്നത്. യാത്ര ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. ബോധവൽക്കരണ ഓഡിയോ സന്ദേശത്തോടു കൂടിയ പ്രചരണ വാഹനവും മാവേലി യാത്രയ്ക്ക് അകമ്പടിയേകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി മറ്റത്തൂർ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറി നടക്കുന്ന ഫോട്ടോ പ്രദർശനം വേറിട്ട കാഴ്ചയാകുന്നു. ഛായാഗ്രഹണ കലയെ ഗൗരവതരവും വ്യത്യസ്തവുമായ കോണുകളിലൂടെ നോക്കിക്കാണുന്ന പെൺമനസ്സുകളാണ് പ്രദർശനത്തിൽ നിഴലിടുന്നത്. പ്രകൃതിയുടെ വൈവിധ്യമാർന്ന ഭാവതലങ്ങളെ സൂക്ഷ്മതയോടെ ഒപ്പിയെടുത്ത ചിത്രങ്ങൾക്കൊപ്പം അമൂർത്തവും വന്യവുമായ കാഴ്ചകളും പ്രദർശനത്തിലുണ്ട്. നിത്യജീവിതത്തിലെ കാഴ്ചകൾക്ക് വേറിട്ട ചിത്രഭാഷ്യം പകരുന്നവയും പ്രദർശനത്തിൽ കാണാനാവും. അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സീമ സുരേഷ് ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 17 വനിതാ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലാണ് യൂഷ്വലി എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അധികം കാലമൊന്നും ആയിട്ടില്ല. ഇത്തവണ ഡിസ്പ്ലേ ചെയ്തത് കുറച്ച് വാരാണസിയിൽ പോയതും പിന്നെ തെയ്യത്തിൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഛായാഗ്രഹണ വൈദഗ്ധ്യത്തിനോടൊപ്പം ലിംഗ സാമൂഹ്യ സമത്വ സന്ദേശവും ഉൾക്കൊള്ളുന്ന 38 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വിവിധ ഭാഗങ്ങളിലുള്ള വനിതാ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ സമാഹരിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായാണെന്ന് ഫോട്ടോ മ്യൂസ് മാനേജർ ശ്രീനിവാസ് പുല്ലരിക്കൽ പറഞ്ഞു. വനിതകളുടെ ഫോട്ടോഗ്രാഫിയിലുള്ള ഒരു പ്രാധാന്യം, കാരണം അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ചിന്താരീതികളൊക്കെ ചിത്രങ്ങളായി പകർത്തിക്കൊണ്ട് അത് കാഴ്ചക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രദർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ. ഞായറാഴ്ച പ്രദർശനം സമാപിക്കും. TCV ന്യൂസ്, കൊടകര. നാടകകൃത്തും ഗാന്ധിയനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ 14ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ വയല സ്മൃതി സംഘടിപ്പിച്ചു. ഡോക്ടർ വയല വാസുദേവൻ പിള്ള ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 4ാമത് സ്മാരക പുരസ്കാരം സംവിധായകനും നാടക അധ്യാപകനുമായ പ്രൊഫസർ G. കുമാരവർമ്മയ്ക്ക് സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PV കൃഷ്ണൻ നായർ സ്മാരക പ്രഭാഷണവും MP സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. ഡോക്ടർ ശ്രീജിത്ത് രമണൻ, ഡോക്ടർ M. പ്രദീപൻ, വത്സല വാസുദേവൻ പിള്ള എന്നിവർ സംസാരിച്ചു. തുടർന്ന് മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിതയെ ആസ്പദമാക്കി സംഗീത സദസ്സും അരങ്ങേറി. ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു. അന്നാണ് ആദ്യമായി കേരളത്തിൽ കാവ്യനാടകങ്ങളെ പറ്റി ഒരു ചർച്ച ഉണ്ടായത്. കേരളകവിയുടെ റിലീസിന് കാവ്യനാടക ചർച്ച, കുമാരവർമ്മ സംവിധാനം ചെയ്ത G. ശങ്കരപ്പിള്ളയുടെ ബന്ദി എന്ന നാടകത്തിൻ്റെ അരങ്ങേറ്റത്തിലെല്ലാം ഞാൻ സത്യാണെന്നൊക്കെ. ശാരീരിക വൈകല്യം മൂലമുള്ള സഹതാപം മുതലെടുത്ത് യുവതിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്ത 2 പേരെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു.
തിരൂർ ചമ്മറവട്ടം സ്വദേശി അരപ്പയിൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, ചാലിശ്ശേരി ആലിക്കര സ്വദേശി മേലേത്തലയ്ക്കൽ ബാസിൽ എന്നിവരാണ് പിടിയിലായത്. യുവതിയിൽ നിന്ന് 6 പവനോളം ആഭരണങ്ങളും 52,000 രൂപയുമാണ് ഇവർ കൈക്കലാക്കിയത്. സ്വർണ്ണാഭരണങ്ങൾ വിറ്റ യുവാക്കൾ വില കൂടിയ മൊബൈലുകളും മറ്റും വാങ്ങി ആർഭാട ജീവിതം നയിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇനി വാണിജ്യം. നാല് പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം നടന്നു. കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ തോമസ് കോനിക്കര, പാർട്ണർ ജേക്കബ് കോനിക്കര എന്നിവർ ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്വർണ്ണാഭരണ ഹോൾസെയിൽ വിപണന രംഗത്ത് തൃശൂരിൽ ആദ്യമായി കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആരംഭിച്ച 14 കാരറ്റ് സിഗ്നേച്ചർ കളക്ഷനുകളുടെയും വിവിധ ശ്രേണികളിലുള്ള ബോട്ടിക് കളക്ഷനുകളുടെയും കമനീയ ശേഖരവുമായാണ് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തെ വരവേൽക്കുന്നത്. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള VVS ക്ലാരിറ്റിയോടും EF കളറോടും കൂടിയ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കേരളത്തിലെ ഏക ഹോൾസെയിൽ ജ്വല്ലറിയാണ് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണനിധി പദ്ധതി പ്രകാരം പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി 11 മാസത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ 4 വരെ പ്രിവിലേജ് കാർഡുമായി വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872427 ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,405 രൂപ, പവന് 75,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. ബിനി ടൂറിസ്റ്റ് ഹോം വിഷയം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 6 BJP കൗൺസിലർമാരെ അയോഗ്യരാക്കുന്നതിന് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ നടപടി തുടങ്ങി. നിയമ പോരാട്ടം തുടരുമെന്ന് BJP. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെ പാളയത്തിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കി BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയാക്കാനാണ് അണിയറയിൽ നീക്കം. തൃശൂർ നഗരത്തിൽ വനിതാ SI വഴിയൊരുക്കിയ ആംബുലൻസിൽ രോഗിയുണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ആംബുലൻസിന്റെ മിററിൽ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്താൻ കാരണം. റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ ബ്യൂറോ ഓഫീസിൽ കരിയോയിലൊഴിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സഹപ്രവർത്തകരിൽ നിന്ന് ദുരനുഭവമുണ്ടായെന്ന മുൻ ജീവനക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് പ്രതിഷേധം. സംഭവത്തിൽ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മുണ്ടൂർ 7-ാം കല്ലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 18 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. ബൈക്കിലെത്തിയ യുവാവ് 3 പവന്റെ മാല കവർന്നു. മാലയുമായി ഓടിയ യുവാവിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ഗുരുവായൂർ ടൗൺ ഹാൾ വിവാഹം നടത്താൻ ബുക്ക് ചെയ്തവർക്ക് നൽകാതെ നഗരസഭ മറ്റൊരു പരിപാടി നടത്തിയതായി പരാതി. കോഴിക്കോട് നിന്നെത്തിയ വിവാഹ സംഘത്തിന് ഹാൾ ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകളോളം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.